ടിവിയിൽ വന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. സൺഡേ ആയതുകൊണ്ടാണോ നീ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമായിട്ട് ഞാനൊരു ഡേ മൈ ലൈഫ് അല്ലെങ്കിൽ സൺഡേ വ്ളോഗ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ തന്നെ ക്യാമറ ഓൺ ചെയ്തു. മെയിൻലി സൺഡേ ഞാൻ ലക്കിയുടെ കൂടെ കംപ്ലീറ്റ് അങ്ങനെയാണ്. രാവിലേക്കും ഫുഡ് കഴിക്കുന്നു, ലക്കിയുടെ കൂടെ കഴിക്കുന്നു, പിന്നെ ഉറങ്ങുന്നു, നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കുന്ന ദിവസമൊക്കെയാണ്. അതല്ലാണ്ട് കാലിക്കറ്റ് സൺഡേ നമുക്ക് പുറത്തിറങ്ങുന്നത് സീനാണ്. ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് മടുത്തു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങുന്ന പ്ലാനിങ്ങളൊന്നും ഉണ്ടാവാറില്ല സൺഡേസിൽ. അപ്പോൾ ഇന്നങ്ങനെ അങ്ങനെ പുറത്തേക്കുള്ള പ്ലാനിങ്ങൊന്നുമില്ല. ഞാൻ വ്ളോഗ് ചെയ്യായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പുറത്തേക്കൊന്ന് പോകാനൊക്കെ തോന്നും. ഞാൻ നോക്കട്ടെ, മാക്സിമം ഞാൻ പുറത്തേക്ക് പോകുകയാണെങ്കിൽ അതും കൂടി എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാമല്ലോ. അതല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് വീഡിയോ ആയി പോയെന്ന് വേണ്ടി ഞാൻ അതുകൂടി ചിലപ്പോൾ ഇൻക്ലൂഡാം. ഞാൻ ഫ്രഷാണ്. ഗുഡ് മോർണിംഗ്. ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കും. പോയാ അവര് കഴിക്കാൻ പോയാ? ആരൊക്കെ? റോഷനും പോയാ? അവർ രണ്ടുപേരും പോയി. ഓക്കെ, റോഷൻ എണീക്കണം, നമുക്ക് കഴിക്കാൻ പോവാൻ. അപ്പൊ അവനും പറഞ്ഞിട്ടുണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കടയായിട്ട് കടയാൻ തപ്പിപ്പോയിക്കുക ആണോ? റോഷൻ എണീക്കണം. റോഷൻ എണീക്കുന്നത് വരെ ഇനി ആ ഓട്ടോയിൽ കൂടെ അവനെ നോക്കി കിടക്കും. റോഷൻ 10 മണിക്കാണ് എണീറ്റത്. റോഷൻ കാരണമാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയത്. ഇനി ആപ്പിളിൽ ഫുഡ് ഉണ്ടോ എന്നത് സംശയമാണ്. 10 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഞങ്ങളെല്ലാം റെഡിയായി ഫുഡ് കഴിച്ചിട്ട് വരാം. സൺഡേ ആയതുകൊണ്ട് അത് ആകെ ആപ്പിൾ എന്ന് പറഞ്ഞ ഹോട്ടൽ മാത്രമേ ഉള്ളൂ. ആപ്പിൾ മാത്രം. ആപ്പിൾ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആപ്പിളിൽ പോയാണ് കഴിക്കാറ്. അപ്പം ഇന്ന് ആപ്പിൾ തന്നെ പോകാം. ഇപ്പം വരാവേ. ഇത് ഞങ്ങളെ ചുങ്കു. ഹായ്. നമ്മളിപ്പത്തെ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയിലൊക്കെ നീ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഉണ്ട് യൂട്യൂബിൽ. നമ്മള് ടിവിയിൽ വന്ന് കാറ്റൊക്കെ നല്ല രസമാണ് അവിടെ. പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റാറില്ല ഓഫീസിൽ പോകുന്നതുകൊണ്ട്. ഇപ്പൊ സൺഡേകളൊക്കെ ആണ് സമയത്ത് ചില സമയത്ത് ലീവുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആഘോഷിക്കും. പക്ഷെ അപ്പോഴും നമുക്ക് വീട്ടിൽ ഗ്യാസ് കുക്കിങ്ങിന് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെസ്റ്റിംഗ് ടൈം വളരെ കുറവാണ്. അതിൻ്റെ ഉള്ളിലാവും. പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ്ങിന് അതിനുശേഷം ടയർഡാവും, കിടന്നുറങ്ങും. പിന്നെ വൈകുന്നേരം നമുക്ക് ഈ ഒരു ടൈം കിട്ടാറില്ല. അങ്ങനെ നമുക്ക് ഈ കണിക്കൊന്നി മാവും കാണാനും ഒക്കെ ഇഷ്ടമാണെങ്കിലും കണ്ട തെങ്ങുണ്ട് കേട്ടോ, അത് പറയാൻ മറന്നു. കാണാൻ ഇഷ്ടമാണെങ്കിലും എത്ര അടിച്ചു വാരിയാലും പിന്നെയും പിന്നെയും കണിക്കൊന്ന് തൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഫുഡ് കഴിക്കാൻ പോകുന്നത് റഹ്മത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. എടാ ഞാൻ സൺഡേ വ്ളോഗ് എടുക്കുവാടാ. നിന്റെ ഡാൻസ് കിട്ടി. എന്താ പറഞ്ഞതാ ഇതിനായിട്ട് പറയും. അതായത് അല്ലല്ല, അവൻ തിരുമ്പിയ ദിവസം എനിക്ക് നല്ല വേദനയായിരുന്നു. അവൻ തിരുമ്പാത്ത 2 ദിവസം ഉണ്ടല്ലോ, ആ ദിവസം എനിക്ക് റെഡി ആയിരുന്നു.
സൺഡേ ആയതുകൊണ്ടാണോ? ഹെൽമെറ്റ് വെക്കണം. നല്ല തിരക്കാണ്. ഞാൻ കൂടിയിട്ടൊന്നും ആയിരിക്കട്ടെ. എല്ലാവർക്കും പാഴ്സൽ മേടിച്ച് പോരുന്ന തിരക്കാണ്. അത്രയും തിരക്കാണ് അവിടെ. ഞാനും ഫേസ് കാണിച്ചിട്ട് അത് ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കാണിക്കാത്തത്. രണ്ട് വാട്ടർമെലൻ ഓർഡർ ചെയ്തിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്? ചുങ്കൂനി ഞങ്ങളെ കൂട്ടൊക്കെ കഞ്ഞി കുടിച്ചാ? ഞങ്ങള് ബിരിയാണി ആയിട്ട് വന്നു. ഞാൻ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് മേടിച്ചതാ. ഫുഡ് കഴിക്കാന്ന് ക്വാണ്ടിറ്റിയാ. ആലപ്പുഴയിൽ ഒരുത്തൻ കോഴിക്കോടൊക്കെ വന്നിട്ട് ബിരിയാണി റിവ്യൂ ചെയ്തായിരുന്നു. എന്നിട്ട് റഹ്മത്ത് തോറ്റ്, പാരഗൺ ജയിച്ച്. അവൻ വന്നിട്ട് കേരളത്തിലെ ബെസ്റ്റ് ബിരിയാണി സ്പോട്ട് കണ്ടെത്താൻ വേണ്ടി വന്ന്. അങ്ങനെ വന്ന സമയത്ത് കോഴിക്കോട് ഇത്തിരി റഹ്മത്ത് ഹോട്ടൽ അടച്ചിട്ട്. പക്ഷേ മണ്ടനെ അറിയില്ലായിരുന്നു. റഹ്മത്ത് രണ്ടെണ്ണല്ലേ നമ്മുടെ അവിടുത്തെ റഹ്മത്ത് അടച്ചത്. എന്നിട്ട് അവൻ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത്, എന്നിട്ട് അടുത്ത ദിവസം റഹ്മത്ത് അടച്ച്, എന്നിട്ട് ആ മൂന്നാമത്തെ ദിവസമാണ് റഹ്മത്ത് കിട്ടിയത്. എന്നിട്ട് പാരഗാണ് ജയിച്ചത്. ഓഫീസിൽ പോകുന്ന മടിയുടെ അഗ്നി എന്താ പ്രശ്നം ചോദിച്ചിട്ട് എനിക്ക് വേണ്ട, എനിക്ക് ചേട്ട ഈവനിങ് ഗെയിംസും എല്ലാത്തിനും സമയമുള്ളൂ. പിന്നെ കറക്റ്റ് എല്ലാതും പ്ലാനിങ്ങിൽ നടക്കും. ഉറങ്ങാൻ പറ്റുണ്ടല്ലോ, ഭാഗ്യം. പിന്നെ നമുക്കൊരു മലയാളം പേരിടണം. പിന്നെ നമ്മള് സിനിമക്ക് ഒരുമിച്ച് പോകുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ നമുക്ക് എടുക്കാം. വീട്ടിലിരിക്കണ ദിവസം ഇനി ഉച്ചമയക്കം നിർബന്ധമാണ്. ബിരിയാണി കഴിച്ചെന്താണ് ക്ഷണിച്ചിരിക്കുകയാണ്. അവരൊക്കെ ഓഫീസിലേക്ക് തിരിച്ചുപോയി. അപ്പം ഞാന് ഒന്ന് ഉറങ്ങിയിട്ട് വരാം. മാങ്ങേണ്ടതാ. ചുങ്കു കാസർഗോഡ് പോയ സമയത്ത് റെഡ് കളർ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം ആ മാങ്ങയിൽ നമ്മൾ ജ്യൂസ് അടിച്ചപ്പോൾ കുറച്ച് എക്സ്ട്രാ ആയിപ്പോയി. അപ്പം ഞങ്ങളത് സ്റ്റിക്കിലേക്ക് ഒഴിച്ചു വെച്ചു. ഞങ്ങളിവിടെ 5 പേര് താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 4 സ്റ്റിക്കുള്ളൂ. നാളെ കഴിഞ്ഞു. ഇനി 1 റോഷനുകൾ മാറ്റിയിട്ട് സൂപ്പർ. ലക്കിയുടെ മെയിൻ ഹോബിയാണത്. അവിടെ പോവാം, പുറത്തേക്ക് നോക്കിയിരിക്കാം. പുറത്തുനിന്ന് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് പിള്ളേർ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കളിപ്പിക്കാൻ കൊണ്ടിരിക്കും. അറ്റൻഷൻ സീക്കറാണ് ആള്. അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവള് ഹാപ്പിയാണ്. സോ ഇനി
ഡിന്നർ ടൈമാണ്. സോ ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. പുറത്ത് പോയിട്ട് ലൈവ് ഐഫാം പോയിട്ടാണ് കഴിക്കുന്നത്. ഗൂഗിളും അവരൊക്കെ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ കഴിച്ചിട്ടാണ് വന്നത്. സോ അതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്യണ്ട. ഞാനും അഗ്നിയും ഷംബു റോഷനും കൂടി ലൈവ് ഐഫാം പോയിട്ട് എന്താണോ കിട്ടുന്നത് കഴിക്കുക. കാരണം ഡയറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാനാണ് പ്ലാൻ. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവിടെ ഡയറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും എന്ന് അറിയില്ല. നോക്കട്ടെ. ലൈവ് അൽഫാമിന് മിക്കവാറും പോയി അൽഫാം എനിക്ക് മിക്കവാറും കഴിക്കാം. കോമ്പോ എടുക്കാം. Hater of my channel. They ordered shawarma roll. ഞാൻ അൽഫാം ആൻഡ് കുബൂസ് ലൈറ്റായി കഴിക്കാൻ എന്ന പ്രതീക്ഷ ഞാൻ ഇവിടെ തെറ്റിച്ചിട്ടുണ്ട്. അവൻ കുബൂസ് വിത്ത് ഇവൻ പൊറോട്ട. ചെസ്റ്റ് പീസ് ആണോ? അതുണ്ട്, വാരിയലുണ്ട്. രാത്രി 11 മണി ചായ കുടിക്കുക. ഇത് പിന്നെ ഇടക്കിടക്ക് ഉള്ളതാണ് കേട്ടോ, സൺഡേ ഒന്നുമില്ല. ഇടക്കിടക്ക് രാത്രി ചായ പതിവാണ്. സോ ഞാൻ ചായ കുടിച്ചിട്ട് ഗൈസ് ഞങ്ങളെ വണ്ടീന്റെ ടയറിന്റെ മുകളിൽ എന്തോന്ന് കേറി ഞങ്ങൾ കോട്ടുളിപ്പെട്ടു. ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു. കണ്ടിന്യൂ അവർ നമ്മൾ 2 പേരേ ഉള്ളൂ. പക്ഷെ നമ്മൾ 3 ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചായ കുടിക്കുന്നു, വീട്ടിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. വേറെ ഒന്നുമില്ല. ഇന്നത്തെ ഒരു സൺഡേ ഡേ എങ്ങനെയാണ് പോയത് മാക്സിമം ഞാൻ കാണിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് എൻ്റെ റെഗുലർ സൺഡേസ് പോകാറ്. എൻ്റെ ഇന്നത്തെ സൺഡേ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഫുഡ് എക്സ്പ്ലോറിങ് ആയിരുന്നു. നെക്സ്റ്റ് സൺഡേ ഞാൻ എന്ത് ചെയ്യാം, വേറെ ടൈപ്പ് എൻ്റെ ഒരു സൺഡേ വ്ളോഗ് വരും. ഓക്കെ, അതുവരേക്കും ബൈ.